റബ്ബർ വില ഉയർത്തിയാൽ ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന വാഗ്ദാനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ്. റബ്ബർ വില 300 രൂപയാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാമെന്നും കേരളത്തിൽ നിന്ന് MP ഇല്ല എന്ന വിഷമം കുടിയേറ്റ ജനത പരിഹരിക്കുമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഇന്നലെ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായ ശേഷം ആർച്ച് ബിഷപ്പ് നിലപാട് ആവർത്തിച്ചു. റബ്ബർ വിലയിടിവിൽ കോൺഗ്രസിനെയും CPM-നെയും ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MP-യും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. കണ്ണൂരിലെ മലയോര മേഖലയായ ആലക്കോട് കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവന. പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായതിനു പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട ആർച്ച് ബിഷപ്പ് നിലപാടിൽ ഉറച്ചുനിന്നു. BJP-യുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമില്ലെന്നും രാജ്യം ഭരിക്കുന്നവരോട് സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് നിലപാട്. BJP ഓഫർ വച്ചാൽ മലയോര കർഷകർ പിന്തുണ നൽകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. കർഷകർക്ക് ഇപ്പോൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആകെ കൂടിയുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും. BJP ആണെങ്കിൽ BJP, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് അതിന് സാധിക്കുമെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ കർഷകർ തയ്യാറാണ്. BJP-ക്ക് MP ഇല്ലാത്ത വിഷമം മാറ്റിത്തരുമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ കക്ഷിയോടും അയുത്തമില്ലെന്ന് ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചെങ്കിലും കോൺഗ്രസ്, കേരള കോൺഗ്രസ് പാർട്ടികളെയും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയെയും ആർച്ച് ബിഷപ്പ് വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും കൊണ്ട് നേട്ടമില്ലാത്തതുകൊണ്ടാണല്ലോ റബ്ബർ വില 120-ൽ നിൽക്കുന്നതെന്ന് പ്രതികരണം. അവരെ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ റബ്ബറിന്റെ വില 120 നിൽക്കുന്നത്. താൻ പറഞ്ഞത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും മലയോര കർഷകരുടെ വികാരമാണെന്നുമാണ് ആർച്ച് ബിഷപ്പിന്റെ വിശദീകരണം. എന്നാൽ കേരളത്തിലെ സഭാ നേതൃത്വങ്ങളെ അടുപ്പിക്കാൻ BJP നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് ഇത്തരം നിലപാടെടുത്തത് എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് 18 കണ്ണൂർ. ബിഷപ്പിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. ബിഷപ്പിന്റെ പ്രസ്താവന പരിഗണിക്കപ്പെടേണ്ടതാണെന്നും കർഷകർ അവരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടന്നിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം റബ്ബർ വിലയിടിവിന് കാരണക്കാരായ കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാണ് ബിഷപ്പ് പറഞ്ഞതിൻ്റെ പൊരുളെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കർഷകരോടുള്ള കേന്ദ്ര നിലപാട് ആർക്കാണ് അറിയാത്തതെന്ന് ചോദിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജ്യത്ത് പള്ളികൾ ആക്രമിക്കപ്പെടുകയാണെന്നും പറഞ്ഞു. കുറുക്കൻ കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ലെന്ന് ക്രൈസ്തവർക്കറിയാമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. കേന്ദ്ര ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ഇനി എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു ശരിയായ അന്വേഷണത്തിലേക്കാണ് ഈ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ കർഷകരുമായിട്ടുള്ള എല്ലാ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തി. കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ റബ്ബറിൻ്റെ വിലയിടിവും ഇതിലെല്ലാം പ്രധാന കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ്. അപ്പോൾ ആ നയങ്ങൾ തിരുത്തണം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ കണ്ടല്ലേ ഉത്തർപ്രദേശിൽ 3 കർഷകരുടെ നേരെ ജീപ്പ് ഓടിച്ചിട്ട് കൊല്ലുന്ന മന്ത്രിയുടെ മോനെ, കേന്ദ്രമന്ത്രിയുടെ മോനല്ലേ കർഷകന്റെ നെഞ്ചത്തിട്ട് കയറിയത്. എത്ര നാള് മഞ്ഞും ചൂടും കൊണ്ടിട്ട് ആ കർഷകൻ 6 മാസം 8 മാസം കിടന്നിട്ടില്ലേ അവന്റെ സമരത്തിന് ചർച്ച പോലും വിളിച്ചത്. കർഷകരോട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത്? RSSും BJPയും ഒക്കെ ഇപ്പോ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായിട്ട് രംഗത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കറിയാം കുറുക്കൻ ഒരിക്കലും കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ല എന്ന്. അത് നന്നായിട്ടറിയാം. വിചാരധാരയാണല്ലോ RSSന്റെയും അമിത്ഷായുടെയും എല്ലാം പ്രാമാണികമായ ഗ്രന്ഥം. രാജ്യത്തെ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നുവെന്ന പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ. വിവരങ്ങൾ കൈമാറാമെന്ന് പോലീസിനെ അറിയിച്ച രാഹുൽ സാവകാശം തേടിയതായി പോലീസ് പറഞ്ഞു.
പോലീസ് നടപടി രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്നാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. വീടിന് പുറത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടിയാണ് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയത്. ശ്രീനഗറിൽ നടന്ന സമാപന സമ്മേളനത്തിലായിരുന്നു രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നുവെന്നും പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി സംസാരിച്ചെന്നും രാഹുൽ പ്രസംഗിച്ചത്. ഇരകളുടെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നാലെ രാവിലെ 10:30യോടെയാണ് പോലീസ് രാഹുലിന്റെ വസതിയിലെത്തിയത്. പോലീസ് എത്തിയതിനു പിന്നാലെ തുഗ്ലക് ലൈനിലെ രാഹുലിന്റെ വസതിക്ക് മുന്നിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, പാർട്ടി വക്താവ് പവൻ ഖേര തുടങ്ങിയ നേതാക്കൾ വസതിയിലെത്തി. നിരവധി പ്രവർത്തകരും പ്രതിഷേധവുമായി തടിച്ചുകൂടി. പോലീസിന്റേത് ഫാസിസ്റ്റ് നടപടിയെന്ന് ഗെഹ്ലോട്ട് വിമർശിച്ചു. इनका अहम और घमंड जो है चकनाचूर होगा. देश में डेमोक्रेसी कायम रहनी चाहिए, ये संकल्प पूरे देशवासियों का है. ये डेमोक्रेसी खत्म कर रहे हैं, ये फासिस्ट लोग हैं. चेहरा पहना हुआ लोकतंत्र का. आज जो हरकतें हो रही है, पत्रकार साहित्यकार लेकर सब जेलों में बंद रहते हैं. ईडी, इनकम टैक्स, सीबीआई का दुरुपयोग हो रहा है. जुडिशरी पे इनका दबाव है. पूरा देश देख रहा है इनको. आज की हरकत तो मैं समझता हूँ बहुत गंभीर है. 2.5 മണിക്കൂർ കാത്തുനിന്നെങ്കിലും രാഹുലിൽ നിന്ന് വിവരങ്ങൾ തേടാൻ പോലീസിനായില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടെന്നും സാവകാശം ആവശ്യപ്പെട്ടതായും പോലീസ്. काफी लंबी उनकी यात्रा थी और वो काफी लोगों से मिले थे और उसको कंपाइल करने में उनको टाइम लगेगा और जैसे ही टाइम लगेगा और जैसे ही उनकी कंपाइल हो जाएगी वो हमें देंगे. और कितना समय बोला है? अभी उन्होंने हमें यही एश्योर किया कि वो जल्दी से जल्दी देंगे. हो सकता है उसमें उनको टाइम लगे, तो जैसे ही इन्फॉर्मेशन आएगी हम अपनी कार्रवाई. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പോലീസ് നടപടി ഏകാധിപത്യ സർക്കാരിന്റെ ഭീരുത്വമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഈ വിമർശനം മുന്നോട്ട് വെച്ചത്. മോദി സർക്കാരിന്റെ ശ്രമം ഉറ്റ സുഹൃത്തിനെ രക്ഷിക്കാനാണെന്നും ഖാർഗെ പറഞ്ഞു. അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേദനിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോലീസ് എത്തിയ സംഭവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരായുള്ള നീക്കം കൃത്യമായ അജണ്ടയാണ്. ഇത് വെള്ളരിക്കാപട്ടണം അല്ലെന്നും പേടിപ്പിച്ച് പിന്മാറ്റാൻ നോക്കേണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒറ്റക്കല്ലല്ലോ സംസാരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിങ്ങൾ നോക്കുക, വിഷ്വൽസ് എടുത്ത് നോക്ക്. മാത്രമാണോ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് പ്രസംഗിക്കാറില്ലേ? ആ രാഹുൽ ഗാന്ധിയെ മാത്രം ഒറ്റ തിരിഞ്ഞ്, അതിന് രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെന്റും കൊടുത്തല്ലോ അവർക്ക് 2 ദിവസം മുമ്പ്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി യഥാർത്ഥ കള്ളനെ പിടിക്കാതെ അവൻ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുകയാണ്. ഈ രാജ്യം കൊള്ളയടിക്കുന്നവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുകയാണ്. സത്യങ്ങൾ തുറന്നു പറയുന്നവനെ പോലീസിനെയും പട്ടാളത്തെയും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പെടുത്തുകയാണ്. ഇത് ഇന്ത്യയുടെ വെള്ളരിക്കപ്പട്ടണമാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കാൻ പോണില്ല. ഞങ്ങൾ ശക്തമായി പോരാടും. അവരിതുപോലെ തന്നെയാണ് 5 ദിവസക്കാലം EDയെ ചോദ്യം ചെയ്തത്. എന്തായി എന്നിട്ട്? രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിൽ അദ്ദേഹം അദാനിയുമായി ഒന്നിച്ച് യാത്ര ചെയ്ത കാര്യം, അദാനിയുമായി ഒന്നിച്ച് കോൺഫറൻസിൽ വിദേശങ്ങളിൽ പങ്കെടുത്ത കാര്യം ചിത്രങ്ങൾ സഹിതം, തെളിവുകൾ സഹിതം പാർലമെന്റിൽ പറഞ്ഞു. ചോദിച്ച ചോദ്യമുണ്ട് കൃത്യം. ആ ചോദ്യങ്ങൾക്ക് ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ഒരു നിരപരാധിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ പോരെ, ഞാൻ അഡാനിയുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, അഡാനിയുടെ കൂടെ വിദേശ രാജ്യങ്ങളിൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ എന്തിനും വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരക്ഷരം വിടുന്നില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞ സുഹൃത്ത് എന്താ? ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗസംഖ്യ പ്രതിഫലിക്കുന്ന ഒരു കമ്മിറ്റിയാണ് JPC എന്ന് പറഞ്ഞാൽ. അതിന് ചെയർമാൻ BJP ആയിരിക്കും. അവർക്കൊന്നും മറിക്കാനില്ലെങ്കിൽ അതൊന്ന് അന്വേഷിച്ചാൽ പോലെ. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച നടന്ന അതേ കാലത്ത് തന്നെയാണ് മുസ്ലിം ലീഗുമായി ചർച്ച നടന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിനിധിയാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സെക്രട്ടറി KS ഹംസ. ലീഗിനെ LDFിലേക്ക് കൊണ്ടുപോകാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത്. സോളാർ ഐസ്ക്രീം പാർലർ കേസുകളിൽ ഉൾപ്പെടെ തുറന്ന് സംസാരിച്ചതിനാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്നും ഹംസ പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജനറൽ സെക്രട്ടറി KS ഹംസ രംഗത്തു വന്നത്. RSS ലീഗ് ചർച്ച നടന്നെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിനിധിയാണ് അതിൽ പങ്കെടുത്തതെന്നും ഹംസ. ഏത് MLA ആണെന്നുള്ളത് ലീഗ് വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ശേഷം ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല.
അത് വേറെ കാര്യത്തിലേക്ക് കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി അല്ല അത്. കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം വെച്ച് പ്രതിനിധിയായി പോയ MLA ഉണ്ട്, അവരെന്നെ വ്യക്തമാക്കണം. ചന്ദ്രിക പണമിടപാട് കേസിൽ EDയെ കുഞ്ഞാലിക്കുട്ടി സെറ്റിൽ ചെയ്തു. ലീഗിനെ LDFിലേക്ക് കൊണ്ടുപോകാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത് AR നഗർ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വിഷയത്തിൽ നിരന്തരം ആരോപണമുന്നയിച്ച KT ജലീലുമായി കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പുണ്ടാക്കിയതായും KS ഹംസ ആരോപിച്ചു. സാദിഖ് അലി തങ്ങൾക്ക് പോലും കുഞ്ഞാലിക്കുട്ടി വിധേയപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഇടക്കാലത്ത് ലീഗിനെ CPMലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചർച്ച ഇങ്ങനെ വ്യാപകമായിരുന്നല്ലോ. അതും ഈ BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള ചർച്ചയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. CPMന്റെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടും. അങ്ങനെ വന്നാൽ CPMന്റെ പരമ്പരാഗതമായ ഹിന്ദു വോട്ട് ഒരു 15-20% ചോർന്ന് BJPയിലേക്കും ചിലത് കോൺഗ്രസിലേക്കും പോകും. ഇത് നേട്ടം BJPക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഈ ആസൂത്രണം നടക്കുന്നത്. അവരുമായി അച്ചാരം പറ്റിയിട്ടാണ് ലീഗിനെ CPMലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ യഥാർത്ഥ കാര്യം. സോളാർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് KS ഹംസ ആരോപിച്ചു. സരിതയെ ബഷീർ അലി തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലെ 116-ാമത്തെ പേജിലുണ്ടെന്നും KS ഹംസ ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും malayalam.news18.com-ൽ ഇനിയൊരു 5 മണി വാർത്തകൾ തുടരുന്നു. നിയമസഭാ സംഘർഷത്തിൽ നടപടിയുമായി പോലീസ്. മഹസർ തയ്യാറാക്കുന്നതിനായി നിയമസഭാ സെക്രട്ടറിക്ക് മ്യൂസിയം പോലീസ് കത്ത് നൽകി. UDF MLA സനീഷ് കുമാർ ജോസഫ്, വനിതാ വാച്ച് ആൻഡ് വാർഡ് ഷീന എന്നിവരുടെ പരാതികളിലാണ് പോലീസിന്റെ നീക്കം. അതേസമയം സച്ചിൻ ദേവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന KK രമയുടെ പരാതിയിൽ നടപടി ഉണ്ടാകുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല. ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. കുങ്കിയാനകളിൽ ഒരെണ്ണത്തിനെ ഇന്ന് രാത്രിയോടെ ചിന്നക്കനാലിൽ എത്തിക്കും. വിക്രം എന്ന കുങ്കിയാനയെയാണ് ഇതിനായി ആദ്യം എത്തിക്കുന്നത്. സിമന്റ് പാലത്തിന് സമീപം താൽക്കാലിക റേഷൻ കട ഒരുക്കി അരിയും മറ്റും എത്തിച്ച് ആനയെ ആകർഷിച്ച് ഇവിടെ എത്തിച്ച ശേഷം മയക്കുവെടി വയ്ക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ന്യൂസ് 18 കേരള ടെക്നിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജയുടെ മാതാവ് പാലക്കാട് കല്ലേപ്പുള്ളി KSHB കോളനിയിൽ ഗിരിജ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. പരേതനായ അച്യുതൻകുട്ടിയുടെ ഭാര്യയാണ്. ഇനി കായിക വാർത്തകൾ. വിശാഖപട്ടണം ഏകദിനത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തരിപ്പണമാക്കി ഓസീസ് പേസർമാർ. 26 ഓവറിൽ ഇന്ത്യ 117 റൺസിന് ഓൾ ഔട്ടായി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ കുറഞ്ഞ 4ാമത്തെ ടോട്ടലാണിത്. 5 വിക്കറ്റ് പിഴുത മിച്ചൽ സ്റ്റാർക്കും 3 വിക്കറ്റ് വീഴ്ത്തിയ ഷോൺ അബട്ടുമാണ് ഇന്ത്യയെ തകർത്തത്. 31 റൺസെടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ഓസീസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ 90 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യം പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയുടെ 3ാം പതിപ്പിനെ ഞങ്ങൾ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത്. റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ രാജ്യത്തിൻ്റെ പ്രൗഢിയും അഭിമാനവുമായ വ്യക്തികളെ ഇക്കുറിയും ഞങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നു. രാജ്യത്ത് ഒരു നല്ല മാറ്റം കൊണ്ടുവരുവാൻ സഹായിച്ച അസാധാരണമായ നേട്ടങ്ങൾക്കൊപ്പം അസാധാരണമായ ചില സാധാരണക്കാരുടെ കഥകൾ കൂടിയായിരിക്കും ഇത്. കാലാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുന്നവർ മുതൽ നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും പുനർജീവിപ്പിക്കാൻ സഹായിക്കുന്നവർ വരെയുള്ള വലിയ നിര വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ടർമാർ ഇവരുടെ നേർചിത്രവുമായി വരും നാളുകളിൽ എത്തും. In life, we come across many people, but a good mentor always holds a special place in our hearts. Usha Dubey, a government school teacher in Vedhan town of Singrauli district, Madhya Pradesh, is one such teacher who is truly dedicated to her students. As the COVID-19 pandemic struck with all its fury, children's education suffered the most, with schools and libraries being forced to close. So she turned her scooter into a moving library and started making house-to-house rounds where she would read to the children, give them activities and even lend books to them. एक शिक्षक के रूप में अपने छात्रों के लिए मैं जो भी कार्य करती हूँ वो सभी काम मुझे मन में कहीं न कहीं एक संतोष देते हैं कि मैं बच्चों के लिए कर रही हूँ, क्योंकि शिक्षक
का जो पेशा होता है वो सिर्फ पैसे कमाने का एक जरिया नहीं रहता है, वो बच्चों के जीवन से जुड़ा रहता है। हम जो भी कार्य करते हैं वो बच्चों के भविष्य को बनाता है, बच्चों के जीवन को एक नई दिशा देता है। She was determined to not let the children's educational journey suffer and did all in her power to ensure this. Her efforts did not go unnoticed, and Prime Minister Narendra Modi also mentioned and discussed her efforts in Mann Ki Baat. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com കാണാം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു.